പ്രിയമുള്ളവരെ, വചനജ്വാല 959 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 16 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രായെ അനുസ്മരിക്കുന്ന സുദിനം. വൈദിക സഹോദരരോടൊപ്പം താമസിക്കുകയും ഒരു സന്യാസ സഭയിൽ ചേർന്ന് ആ സഭയുടെ ചട്ടക്കൂടിൽ ജീവിക്കാൻ സാധിക്കാതെ തിരികെ പോന്നു. തുടർന്ന് പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഭിക്ഷുക്കളോടൊപ്പം കുറെ കാലം കഴിഞ്ഞു. കുറെ കാലം റോമായിലും കഴിച്ചുകൂട്ടി. 1783 വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കെ ദിവ്യസന്നിധിയിലേക്ക് യാത്രയായി. വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രായെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമ്യ 3-ാം അധ്യായം 8 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഗിബയോൻകാരനായ മൊലാത്തിയായും മൊറോനോത്യനായ യോധാനും ഗിബിയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കരയുള്ള ദേശത്തിന്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണപ്പണിക്കാരനായ ഹർഹായിയുടെ പുത്രൻ ഉസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറൂസലേം പുനരുദ്ധരിച്ചു. ജെറൂസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഷഹാബാനായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറാമിന്റെ പുത്രൻ മിൽക്കായും പഹാത്ത് മൊഹാബിന്റെ പുത്രൻ ഹഷൂബും അടുത്തുള്ള ഭാഗം ചൂള ഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറൂസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹല്ലാഷഫിന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനൂനും സനോൻ നിവാസികളും താഴ്വര കവാടം പുതുക്കി അതിനെ കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചുറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബത്ഖേക്കറാം പ്രദേശത്തിന്റെ അധിപനും റേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചുറ്റുവാതിൽ പുതുക്കിപ്പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധികനും കെൽഹോസയുടെ പുത്രനുമായ ഷല്ലൂം ഉറവവാതിൽ പുതുക്കിമേഞ്ഞ് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയ ഉദ്യാനത്തിലെ ഷേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്കിറങ്ങുന്ന കോണിപ്പടി വരെ പണി തീർത്തു. ബെത്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമ വിഭാ വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കൈലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഷബാബിയ തന്റെ ദേശത്തിന്റെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കൊയ്ലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹനനാദിന്റെ പുത്രനുമായ ബാവായിയും ചർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പായുടെ ഭരണാധികാരിയും യെഷുവായുടെ പുത്രനുമായ ഏസേർ മതിൽ തിരുന്നിടത്തെ ആയുധപ്പുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടം മുതൽ പ്രധാന പുരോഹിതൻ ഏലിയാഷീബിന്റെ ഭവന കവാടം വരെ സാബായുടെ പുത്രൻ ബാറൂക്ക് പുതുക്കി പണിതു. അവിടം മുതൽ എലിയാഷാബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മൊറമോത്ത് പണിതു.
പിന്നീടുള്ള ഭാഗം ജെറൂസലേമിനും ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാരും പണിതു. തുടർന്ന് ബെഞ്ചമിനും ഷാബൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുതുക്കി പണിതു. അനനിയായുടെ പുത്രനായ മാസായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അവനുശേഷം ഹനദാദിന്റെ പുത്രൻ ബിന്നിയ അസറിയയുടെ വീട് മുതൽ മതിൽ തിരിയുന്നത് വരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽ ഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസിയായുടെ പുത്രൻ പലാൽ പണിതു. പറോഷിന്റെ പുത്രൻ പെദയായും ഓഫേൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്ക് വശത്തെ ജലകവാടത്തിന് തള്ളി നിൽക്കുന്ന ഗോപുരത്തിനെതിരെയുള്ള ഭാഗം പുതുക്കി പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫേൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കോവാക്കാർ പണിതു. അശകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം വരെ പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സാദോക്ക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കനിയായുടെ പുത്രൻ ഷമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ശലേമിയായുടെ പുത്രൻ ഹനാനിയായും സലാഫിന്റെ 6ാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കി പണിതു. ബെറക്കിയായുടെ പുത്രൻ മിഷുല്ലും തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു. അവനുശേഷം സ്വർണപ്പണിക്കാരായ മൽക്കിയ ഭടന്മാരെ വിളിച്ചു കൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളിക മുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടം മുതൽ അധകവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.